നമസ്കാരം, ദേവസൈന്യയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ഷേത്രം ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രമാണ്. കേരളത്തിലെ കൊല്ലം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന അതിപ്രസിദ്ധമായ ഒരു പുണ്യസങ്കേതമാണ് ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രം. മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇവിടെ വിഗ്രഹമോ ശ്രീകോവിലോ വലിയ അമ്പലക്കെട്ടുകളോ ഇല്ല എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. പ്രപഞ്ചത്തിൻ്റെ മൂലകാരണമായ പരബ്രഹ്മത്തെയാണ് ഇവിടെ ആരാധിക്കുന്നത്. സാധാരണ ക്ഷേത്രങ്ങളിൽ കാണുന്നത് പോലെ ചുറ്റുമതിലോ വിഗ്രഹപ്രതിഷ്ഠയോ ഇവിടെയില്ല. 36 ഏക്കറോളം വരുന്ന വിശാലമായ മൈതാനമാണ് ക്ഷേത്ര സങ്കേതം. പരബ്രഹ്മ ചൈതന്യം കുടികൊള്ളുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന 2 പ്രധാന ആൽത്തറകളാണ് ഇവിടെ ഉള്ളത്. ഒന്ന് ഒണ്ടിക്കാവ് എന്നും മറ്റൊന്ന് ആലത്തറ എന്നും അറിയപ്പെടുന്നു. രൂപമില്ലാത്ത ദൈവത്തെ ആരാധിക്കുക എന്ന അദ്വൈത സിദ്ധാന്തത്തിൻ്റെ പ്രായോഗിക രൂപമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പ്രകൃതി തന്നെയാണ് ദൈവം എന്ന വലിയ സത്യം ഓച്ചിറ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഓച്ചിറ ക്ഷേത്രത്തിൻ്റെ ഉദ്ഭവത്തെക്കുറിച്ച് നിരവധി ഐതിഹ്യങ്ങൾ പ്രചാരത്തിലുണ്ട്. അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കായംകുളം രാജാവുമായി ബന്ധപ്പെട്ടതാണ്. കായംകുളം രാജാവിൻ്റെ ഭൃത്യനായിരുന്ന ഒരു ബാലൻ പരമഭക്തനായിരുന്നു. രാജാവ് ആരാധിച്ചിരുന്ന പരബ്രഹ്മം എന്താണെന്ന് ബാലൻ ഒരിക്കൽ ചോദിച്ചു. കളിയാക്കിക്കൊണ്ട് രാജാവ് പറഞ്ഞു, പരബ്രഹ്മം എന്നാൽ ഒരു വലിയ കാളയെപ്പോലെ ഇരിക്കും എന്ന്. നിഷ്കളങ്കനായ ബാലൻ അതീവ ഭക്തിയോടെ പ്രാർത്ഥിക്കുകയും അവന് മുന്നിൽ പരബ്രഹ്മം ഒരു വലിയ കാളയുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു എന്നാണ് വിശ്വാസം. ഈ ഐതിഹ്യത്തിൻ്റെ സ്മരണയ്ക്കാണ് ഓച്ചിറയിൽ കാളകളെ വിശുദ്ധമായി കരുതുന്നത്. ഓച്ചിറ എന്ന പേര് എങ്ങനെ വന്നു എന്നതിനെക്കുറിച്ചും വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. ബുദ്ധമത കേന്ദ്രമായിരുന്നു ഇവിടമെന്നും ഓവാം അല്ലെങ്കിൽ ശ്രാവകൻ ഇരുന്ന ചിറ ഓച്ചിറയായി മാറിയെന്നും കരുതപ്പെടുന്നു. പണ്ട് യുദ്ധപരിശീലനവും കളരിപ്പയറ്റും നടന്നിരുന്ന സ്ഥലമായതിനാൽ ഉഴിച്ചിൽ ചിറ എന്ന വാക്ക് ലോപിച്ചാണ് ഓച്ചിറയായത് എന്നും പറയപ്പെടുന്നു. ശിവന്റെ നാമമായ ഓച്ചക്കൻ എന്നതിൽ നിന്നാണ് ഈ പേര് വന്നതെന്നും ഒരു വാദമുണ്ട്. ഓച്ചിറയിലെ ആഘോഷങ്ങൾ കേരളത്തിലെ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ്. മിഥുനമാസം 1, 2 തീയതികളിലാണ് ലോകപ്രശസ്തമായ ഓച്ചിറക്കളി നടക്കുന്നത്. ചരിത്രപരമായി ഇത് കായംകുളം രാജാവും ചെമ്പകശ്ശേരി രാജാവും തമ്മിൽ നടന്ന യുദ്ധത്തിൻ്റെ അനുസ്മരണമാണ്. കായംകുളം രാജാവിൻ്റെ പടയാളികൾ ഇവിടെ അഭ്യാസ പ്രകടനം നടത്തിയിരുന്നു. ക്ഷേത്ര മൈതാനത്തെ വെള്ളം നിറഞ്ഞ പാടത്ത് വാളും പരിചയുമായി പടയാളികൾ ഏറ്റുമുട്ടുന്ന പ്രതീകാത്മക യുദ്ധമാണിത്. ഹിന്ദു മുസ്ലിം ഭേദമന്യേ എല്ലാവരും ഇതിൽ പങ്കെടുക്കുന്നു എന്നത് മതസൗഹാർദ്ദത്തിൻ്റെ വലിയ ഉദാഹരണമാണ്. വൃശ്ചിക മാസത്തിലെ ആദ്യത്തെ 12 ദിവസങ്ങളിൽ നടത്തുന്ന ആഘോഷമാണിത്. ഈ ദിവസങ്ങളിൽ വിശ്വാസികൾ മൈതാനത്ത് ചെറിയ കുടിലുകൾ കെട്ടി താമസിച്ച് ഭജനമിരിക്കുന്നു. ലൗകിക സുഖങ്ങൾ വെടിഞ്ഞ് ഈശ്വര ചിന്തയിൽ മുഴുകുന്നത് പുണ്യമായി കരുതപ്പെടുന്നു. ചിങ്ങം കഴിഞ്ഞു വരുന്ന കന്നിമാസത്തിലെ തിരുവോണ നാളിൽ നടത്തുന്ന ഉത്സവമാണിത്. 100 കണക്കിന് കൂറ്റൻ കെട്ടുകാളകളെയാണ് ഈ ദിവസം ഓച്ചിറ മൈതാനത്തേക്ക് കൊണ്ടുവരുന്നത്. വൈക്കോലും തുണിയും കൊണ്ട് നിർമ്മിച്ച ഈ കാളകൾ ഓച്ചിറയുടെ സാംസ്കാരിക അടയാളമാണ്. ഓച്ചിറ ക്ഷേത്രം കേവലം ഒരു ആരാധനാലയം മാത്രമല്ല, വലിയൊരു സാമൂഹിക സേവന കേന്ദ്രം കൂടിയാണ്. ദിവസേന ആയിരക്കണക്കിന് ആളുകൾക്ക് ഇവിടെ സൗജന്യമായി ഭക്ഷണം നൽകുന്നു. വിശക്കുന്നവൻ്റെ മുന്നിലാണ് ദൈവം വരുന്നത് എന്ന തത്വം ഇവിടെ നടപ്പിലാക്കുന്നു. ജാതിയുടെയോ മതത്തിൻ്റെയോ പേരിൽ ആർക്കും ഇവിടെ പ്രവേശനം നിഷേധിക്കപ്പെട്ടിട്ടില്ല. എല്ലാവർക്കും ഒരേപോലെ പ്രാർത്ഥിക്കാനുള്ള സ്വാതന്ത്ര്യം പണ്ടുകാലം മുതലേ ഇവിടെയുണ്ട്. ഓച്ചിറയിലെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഇവിടുത്തെ കാളകൾ. പരബ്രഹ്മത്തിൻ്റെ വാഹനമായാണ് കാളകളെ കണക്കാക്കുന്നത്. ഭക്തർ നടക്കി വയ്ക്കുന്ന കാളകൾ മൈതാനത്ത് സ്വതന്ത്രമായി നടക്കുന്നു. ഇവയെ പരിപാലിക്കുന്നത് ക്ഷേത്ര ഭരണ സമിതിയാണ്. കാളകൾക്ക് തീറ്റ നൽകുന്നത് ഒരു പ്രധാന വഴിപാടായി കാണുന്നു. പ്രകൃതിയും മനുഷ്യനും ദൈവവും ഒന്നാണെന്ന വലിയ സത്യമാണ് ഓച്ചിറ വിളിച്ചു പറയുന്നത്. ആർഭാടങ്ങളില്ലാത്ത ആരാധനാരീതികളും മണൽത്തറയിലെ പ്രാർത്ഥനയും
മതസൗഹാർദ്ദത്തിൻ്റെ സന്ദേശവും ഓച്ചിറയെ ലോകപ്രശസ്തമാക്കുന്നു. വായുവിനെ പോലെ ആകാശത്തെ പോലെ സർവ്വവ്യാപിയായ പരബ്രഹ്മത്തെ അനുഭവിക്കാൻ ഓച്ചിറയോളം മികച്ച മറ്റൊരു ഇടമില്ല. നന്ദി, നമസ്കാരം.